മഴവില്ല് വിരിയുന്ന സ്വപ്നങ്ങൾ കാണാൻ ബെൻസൺ തയ്യാറെടുക്കുകയായിരുന്നു. അമ്മേ, ഒരു വലിയ ഹീറോയുടെ കഥ പറഞ്ഞു തരുമോ? അവൻ ചോദിച്ചു. അമ്മ സോഫിയ അവനെ അരികിൽ ചേർത്തിരുത്തി പറഞ്ഞു. ഇന്ന് നമുക്ക് ദൈവത്തിന്റെ ചങ്ങാതിയായ മോശയുടെ കഥ കേൾക്കാം. പെട്ടെന്ന് മുറിയിലെ വെളിച്ചം മാറുകയും ഒരു സിനിമയിലെന്ന പോലെ ഗംഭീരമായ ഒരു പുരുഷ ശബ്ദം പശ്ചാത്തലത്തിൽ മുഴങ്ങാൻ തുടങ്ങുകയും ചെയ്തു. പണ്ട് ഈജിപ്തിലെ രാജാവ് ഇസ്രായേൽ ജനതയെ അടിമകളാക്കി വച്ചിരുന്ന കാലം. ആ കഠിനമായ ദിവസങ്ങളിലാണ് ഒരു കുഞ്ഞ് ജനിച്ചത്. അവനെ രക്ഷിക്കാൻ അവന്റെ അമ്മ ഒരു കൊച്ചുപെട്ടിയിലാക്കി നൈൽ നദിയിലെ പുല്ലുകൾക്കിടയിൽ ഒളിപ്പിച്ചു. ഒരു നൗക പോലെ ആ കുഞ്ഞുപെട്ടി നദിയിൽ പതുക്കെ ആടി നിന്നു. അപ്പോഴാണ് രാജകുമാരിയായ നാദിറ നദിയിൽ കുളിക്കാൻ വന്നത്. ആ കൊച്ചുപെട്ടി കണ്ടപ്പോൾ അവൾക്ക് കൗതുകം തോന്നി. പെട്ടി തുറന്നപ്പോൾ ഉള്ളിൽ സുന്ദരനായ ഒരു കുഞ്ഞ്. അവൾ അവനെ വാത്സല്യത്തോടെ കൈകളിലെടുത്തു. വെള്ളത്തിൽ നിന്ന് എടുത്തവൻ എന്നർത്ഥമുള്ള മോശ എന്ന് അവൾ അവന് പേരിട്ടു. വർഷങ്ങൾ വേഗത്തിൽ കടന്നുപോയി. മോശ വലിയൊരു യുവാവായി വളർന്നു. രാജകുമാരനാണെങ്കിലും തന്റെ ജനത അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കണ്ടപ്പോൾ അവന്റെ ഹൃദയം വേദനിച്ചു. താൻ സുഖമായി കൊട്ടാരത്തിലിരിക്കേണ്ടവനല്ല, മറിച്ച് തന്റെ ജനതയെ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ കൊട്ടാരം വിട്ട് മരുഭൂമിയിലേക്ക് യാത്രയായി. ഒരു ദിവസം മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുമ്പോൾ മോശ വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. ഒരു മുൾച്ചെടി തീപിടിച്ചു കത്തുന്നു, പക്ഷെ അത് കരിഞ്ഞു പോകുന്നില്ല. ആ അത്ഭുത അഗ്നിയിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു. മോശേ, നീ ഭയപ്പെടേണ്ട, പോയി എന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക. ദൈവത്തിന്റെ വാക്ക് കേട്ട് മോശ ഈജിപ്തിലെ ഫറവോൻ രാജാവിന്റെ അടുത്തെത്തി. തന്റെ കയ്യിലുണ്ടായിരുന്ന വടി അവൻ നിലത്തിട്ടു. ഉടനെ ആ വടി ഒരു വലിയ പാമ്പായി മാറി. എന്റെ ജനത്തെ വിട്ടയക്കുക, മോശ സിംഹത്തെപ്പോലെ ഗർജിച്ചു. എന്നാൽ അഹങ്കാരിയായ രാജാവ് അത് കേട്ടില്ല. രാജാവ് അനുസരിക്കാതിരുന്നപ്പോൾ വലിയ അടയാളങ്ങൾ സംഭവിച്ചു. മോശ തന്റെ വടി നദിയിലടിച്ചപ്പോൾ വെള്ളം രക്തമായി മാറി. ഈജിപ്ത് മുഴുവൻ ഇരുട്ടിൽ മുങ്ങി. അവസാനം പേടിച്ചുപോയ ഫറവോൻ പറഞ്ഞു, നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊയ്ക്കോളൂ. അങ്ങനെ മോശ ജനങ്ങളുമായി തന്റെ വിമോചന യാത്ര തുടങ്ങി. അവർ ചെങ്കടലിന്റെ തീരത്തെത്തിയപ്പോൾ പിന്നിൽ രാജാവിന്റെ വലിയ സൈന്യം വരുന്നത് കണ്ടു. മുന്നിൽ അലറുന്ന കടൽ, പിന്നിൽ ശത്രുക്കൾ. ജനങ്ങൾ പേടിച്ചു കരഞ്ഞു. എന്നാൽ മോശ ശാന്തനായി പറഞ്ഞു, പേടിക്കണ്ട, ദൈവം നമുക്കായി വഴി തുറക്കും. അവൻ തന്റെ വടി കടലിന് നേരെ നീട്ടി. ഭൂമി കുലുങ്ങുന്ന വലിയ ശബ്ദത്തോടെ കടൽ രണ്ടായി പിളർന്നു. നടുവിൽ ഉണങ്ങിയ മനോഹരമായ ഒരു വഴി തെളിഞ്ഞുവന്നു. മോശയും ജനങ്ങളും ആ വഴിയിലൂടെ സുരക്ഷിതമായി അക്കരെ കടന്നു. അവർക്ക് പിന്നാലെ വന്ന ശത്രു സൈന്യം കടൽ വെള്ളത്തിൽ മറഞ്ഞുപോയി. മോശ തന്റെ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നൽകി. ഒരു വലിയ സിനിമ അവസാനിച്ചതുപോലെ ആ ഗംഭീര ശബ്ദം നിലച്ചു. ബെൻസൺ അമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അമ്മേ, മോശ എത്ര ധൈര്യശാലിയാണ്! ഒരു വടി കൊണ്ട് അദ്ദേഹം കടലിനെ പോലും മാറ്റിയല്ലേ? സോഫിയ അവനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. അതെ മോനെ, നീയും ജീവിതത്തിൽ ദൈവത്തെ വിശ്വസിച്ചാൽ നിനക്ക് മുന്നിലെ ഏത് തടസ്സവും ഇതുപോലെ വഴിമാറും.